എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇഷ്ടത്തിലായി എല്ലാം അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രൊപ്പോസലും കൂടെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. ആ എന്താ അതെന്താ? അത് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന അവൻ പ്രപ്പോസ് ചെയ്യുന്ന? ആ തൊപ്പിയുടെ പ്രൊപ്പോസൽ ആദ്യം കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പക്ഷെ അത് ഉള്ളിന്ന് വരണം, ഫീലിങ്സ് ഉണ്ടാവണം. എന്നെ നോക്കണ്ട, ഫസി അവിടെ അത് ഫോണിലാ, നേരിട്ടല്ലോ, ഞങ്ങൾക്ക് കാണണ്ടേ. വിറയ്ക്കുന്ന നോക്ക്. ഉണ്ട്. വെള്ളം വേണോ? ഹലോ, ഫോണല്ല. സോറി. ഹായ്, ഫുഡ് കഴിച്ചോ? അല്ല അതല്ല, ശരിക്കും പ്രപ്പോസ് ചെയ്യാൻ. ഓക്കെ. I love you, Fuzzy. Allah. I love you too. Thank you. ഇത്രേ ഉള്ളൂ? ഇങ്ങനല്ലേ പ്രപ്പോസിങ്? ഇങ്ങനല്ലേ? ഇങ്ങനെയൊന്നുമല്ല, മുട്ടുകുറ്റിയൊക്കെ ഇങ്ങനെ. എന്താ സാധനമുണ്ട്, പക്ഷെ ഞാനത് ലാസ്റ്റ് കൊടുക്കാൻ ചോദിച്ചു. എന്താണത്? ഓ കൈ വിറക്കുന്നു. I love you so much, Fuzzy. കൈയടിക്ക്. റിങ് ഇഷ്ടപ്പെട്ടോ? ഹാർട്ടൊക്കെ ഉണ്ട്. ഓ തൊപ്പിയുടെ ഹാർട്ട. എന്താണ് കുറച്ച് ദിവസം കുഴപ്പമില്ല, വെഡിങ്ങിന്റെ അന്ന് കറക്റ്റ് ചെയ്യാന്ന്. ഇത് നിങ്ങൾ പ്ലാൻ ചെയ്താ? അല്ല അല്ല, ഞാനിപ്പോഴാ കാണുന്നത്. ഇന്റർവ്യൂ. അതെ, ഞാനിവിടെ മുമ്പിൽ ഇരിപ്പുണ്ടെന്ന് മറന്നേക്കരുത്. ഓക്കെ, ഇനി ഫസി അങ്ങോട്ട് തിരിച്ച്. അത് ഉള്ളിന്ന് വരണം. ഇത് ജസ്റ്റ് ഒരു ഐ ലവ് യു റിംഗ് എക്സ്ചേഞ്ച് അത്രേ ഉള്ളൂ. പക്ഷെ ഫസീന്റെ ഉള്ളിന്ന് വരട്ടെ. ചിരിപ്പിക്കും. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ്. എന്റെ മോതിരമൊന്നുമില്ല. മോതിരം വേണ്ട. എന്ത് കേക്കണ്ടേ ഫസീടെ? അതല്ലേ ഞാൻ ഉദ്ദേശിച്ചേ. പ്രഷറൊന്നുമില്ല, ഐ ലവ് യു. എന്താ നേടിയിട്ട് കൈയിട്ട് പിടിച്ചിരിക്ക. സിംഗിൾസിന്റെ ബീജിയം ഇടണം കേട്ടോ. അല്ല, ഇന്റർവ്യൂ ആണ്, ഞാനുണ്ട് ഇവിടെ. അല്ല, ഇതൊക്കെ കാണുമ്പോ നമ്മള് സിംഗിൾസിന് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി ആ കണ്ണട വെച്ചോ, ഒരു സ്റ്റൈലിന് ഇരുന്നോട്ടെ. ഇഷ്ടപ്പെട്ടോ ഫസി? കണ്ടോ? പിന്നെ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ശരിക്കും ചോദിക്കുന്ന എന്തെങ്കിലും ഉണ്ടേ പറ, കേക്കട്ടെ. എന്താ ആ ഒരു ഫിയർ മാറിയില്ല? ഓക്കെ, അപ്പൊ പറ. കണ്ടു, ബ്ലഷ് ചെയ്ത് നോക്ക്. ഇത് നേരത്തെ പറഞ്ഞു.
അറിയാത്തതാണ്. ഓക്കെ, പറയാം. ഞാൻ എന്തെങ്കിലും കാരണം പറയാം. തൊപ്പിക്ക് ഫസിയിൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഓക്കെ. പിന്നെ പിന്നെ കണ്ണ്. സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല? സ്വഭാവം ഇഷ്ടപ്പെട്ടു. അതിന് നമ്മളധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എന്താ നമ്മളധികം പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ? ഫസിക്കോ എന്താ ഇഷ്ടപ്പെട്ട സ്വഭാവം ഇഷ്ടം. എന്റെ ഒന്ന്. പിന്നെ പിന്നെ കോമഡി എപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കും അല്ലേ? എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. നല്ലതല്ലേ? പിന്നെ കിട്ടുന്നില്ല. ആ ഫ്ലവർ ഒക്കെ കയ്യിലെടുത്ത് വെക്കേ, കാണട്ടെ എല്ലാവരും. ഇത് വീട്ടിൽ കൊണ്ടുപോവോ? അത് ഞാൻ സൂക്ഷിച്ചു വെക്കോ? മറ്റേ മാലയില് സംഭവം ചെയ്യത്തില്ല ഇങ്ങനെ നമുക്ക് തന്ന റെസിനാട്ടോ? റെസിനാട്ടി. ഓക്കെ, നല്ല അതൊരു മാലയിലൊരു സംഭവം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ചെയ്തിട്ട്. ഓക്കെ. തൊപ്പി ഇവിടെ ഇപ്പോഴും റൂമിൽ തന്നെ എപ്പോഴത്തെ പോലെ മാറി, ഒത്തിരി മാറി. ഫസി ലൈഫിലേക്ക് വന്നതിന് ശേഷം ശരിക്കും അത് അല്ലാണ്ട് വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് തൊപ്പിയുടെ ലൈഫിൽ ഉണ്ടായത്? എനിക്ക് ആൾക്കാരോടെല്ലാം കുറച്ച് സ്നേഹം വരാൻ തുടങ്ങി. എനിക്ക് പൊതുവെ ലൈവ് ചെയ്യുമ്പോൾ, ഇത്ര നാളൊന്നല്ല, പൊതുവെ എനിക്ക് ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴെല്ലാം എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഇങ്ങനെ ഈ ആൾക്കാരോടുള്ള ഒരു ദേഷ്യം കൂടി അതിൽ പെടുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിനെല്ലാം ഇങ്ങനെ ലോകത്തിനോടുള്ള ഒരു ദേഷ്യം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം എനിക്ക് മൊത്തത്തിലൊരു സ്നേഹം എന്തോ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആൾക്കാരെ. എന്താ എനിക്കറിയില്ല, പണ്ടേ അങ്ങനെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ അല്ലല്ല മാല തിരിച്ചിരുന്നു. എന്നിട്ട് എനിക്കിപ്പോ എല്ലാരോടും സ്നേഹം വരാൻ തുടങ്ങി. മീൻസ് എനിക്കങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെടുമല്ലോ പെട്ടെന്നൊന്നും. ഇപ്പൊ എനിക്ക് വെറുതെ ഒരാളെ കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഭയങ്കര സ്നേഹം മൊത്തത്തിലൊരു ഇത് വന്നു എല്ലാത്തിനോടും. വെളിയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ? നിറയെ ഫ്രണ്ട്സ് ഒക്കെ ആയോ? ആദ്യമൊന്നും അധികം ഫ്രണ്ട്സ് ഇല്ലെന്നായിരുന്നു കേട്ടത്. ഫ്രണ്ട്സ് അറിയാവുന്നായിട്ടില്ല. എന്റെ ടീമുണ്ട്. ഇവര് അവരൊന്ന് കാണിക്കോ? എന്റെ ടീമിനൊന്ന് കാണിക്കോ? ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുമ്പോ എന്റെ ബിഹൈൻഡ് ദ സീൻസിന്റെ ടീം ഒരു ആളിങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് അതാണ് ക്യാമറമാൻ. റൈറ്റിലുള്ളത് തൻസി ക്യാമറമാൻ, ലെഫ്റ്റിലുള്ള ഷമീർ. പിന്നെ ഒരാളുണ്ട്, അവൻ വന്നിട്ടില്ല, അവൻ കണ്ണൂരാ. അവന് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഫുൾ തിരക്കാണ്. മുനു അറിയോ? അറിയില്ല അല്ലേ? അതെന്താ അറിഞ്ഞോളൂ, നിനക്കറിയില്ലല്ലേ? എന്നാ നീ വണ്ടി എടുപ്പിച്ച ചങ്ങായി കാരണം നമുക്ക് ഇതെല്ലാം സംഭവിച്ചു തോന്നാറുണ്ട്. റീലൊക്കെ എടുക്കുന്നേ? എന്റെ കൂടെയുള്ള മുനു ഡ്രൈവറാണോ? അല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളാണോ? ഡ്രൈവർ അല്ല. അന്ന് ആ ദിവസം വണ്ടി വെച്ച ദിവസം ഞാൻ അവനെ കൊറേ കുറ്റം പറഞ്ഞു. ഞാനും കൊറേ കുറ്റം പറഞ്ഞു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ ഇടിച്ച. ഫുഡ് കഴിച്ചില്ലല്ലേ അന്നേരം? പക്ഷെ അത് നല്ലതിനായിരുന്നു, എല്ലാം നല്ലതിന് സംഭവിച്ചു. വീട്ടിലറിയോ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ? അറിയോ? അറിയാം, പക്ഷെ എന്തായാലും അല്ല, ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോസ്, പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൈറൽ ആവുന്നുണ്ടല്ലോ. അപ്പൊ വീട്ടിലെങ്ങനെയെങ്കിലും അറിഞ്ഞും കാണുമല്ലോ? വീട്ടിലറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂലോ. എന്താ പറഞ്ഞ? വീട്ടിൽ ഇപ്പം തൊപ്പിയായിട്ട് തന്നെ പറഞ്ഞതാണോ അതോ? അല്ല, അറിഞ്ഞതാ. അപ്പൊ ഞാനായിട്ടും പറഞ്ഞു, പക്ഷെ അറിഞ്ഞല്ലാണ്ട് ഇപ്പം എന്തായാലും സംഭവിക്കൂല എന്നുള്ള സെറ്റപ്പിൽ തന്നെ നിൽക്കുന്നത്.
ഇവള് വീട്ടുകാരായാലും അതെന്തായാലും അവരെ കുറ്റമായിട്ടല്ല അത്. ഞാനങ്ങനെ ആണല്ലോ. വാപ്പയായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? വാപ്പയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയോ? ഞാൻ സംസാരിപ്പിക്കും. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ, അന്ന് നിങ്ങളുടെ വണ്ടി ഇടിച്ച ആ ഒരു ടൈമില് എനിക്ക് എന്റെ ഉമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോ സലാം പറഞ്ഞത്. അന്ന് ശരിക്കും അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് എന്താ പറഞ്ഞേ ഉമ്മ? നല്ല നല്ല വഴക്ക് പറഞ്ഞോ? സപ്പോർട്ട്. ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് തനിക്ക്. ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നു. അങ്ങനെ പല വഴികളിലൂടെ വരുമാനമുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ടുള്ള വരുമാനമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത്. എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത്? തനിക്കെന്താ ഭ്രാന്തുണ്ടോ? താൻ എന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിഹാദ്. രോക്ഷാകുലനായിട്ടാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത്. എന്തായാലും നിഹാദ് വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി തന്നെ വൈറലാകുന്നുണ്ട്. അതുമാത്രമല്ല, നിഹാദിന്റെ ഒരു പഴയ ഇന്റർവ്യൂവും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. താൻ പണ്ട് സ്കൂള് വിട്ടു വരുമ്പോൾ 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു കടയിൽ നിന്നും പണം മോഷ്ടിച്ചതും തന്നെ കെട്ടിയിട്ടതും നാട്ടിലൂടെ നടത്തിച്ചതും ഉമ്മ ബോധം കെട്ടതും അതിനുശേഷം താനും തന്റെ ഉപ്പയും തമ്മിൽ മിണ്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കണ്ണു നിറഞ്ഞ തൊപ്പി ഇത് പറയുമ്പോൾ അവതാരകയുടെയും കണ്ണ് നിറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പിയിൽ നിന്ന് മറ്റൊരു തൊപ്പിയാണ് ഈ ഇന്റർവ്യൂയിലുടനീളം നമ്മൾ കാണുന്നത്.